ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനീസ് കിച്ചൺ ഹബ്. നമുക്കിന്നൊരു അടിപൊളി കുക്കീസിൻ്റെ വീഡിയോസ് കാണാം. കുക്കീസ് മാത്രമല്ല, നമ്മളതിനകത്ത് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നതാണ് മെയിൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫോണ്ടൻ്റ് വർക്കും ബെയറിനെയൊക്കെ വെച്ച് നമ്മൾ ചെയ്ത് വയ്ക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുക്കീസ് നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ബട്ടർ നന്നായിട്ട് സ്മൂത്താക്കി എടുത്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര, അതും നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് നമ്മൾ വിസ്കോട്ട് ചെയ്താലും മതി. പക്ഷേ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ബീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് സ്മൂത്തായതിനു ശേഷം അതിലേക്കൊരു 1.25 കപ്പ്, ഒരു 1.5 വേണ്ട, അതിനും കുറച്ചും കൂടി കുറച്ചായിട്ട് 1.25 കൂടുതൽ കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു മൈദ. നമ്മൾ ഇട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മുടെ ആ ഒരു ടെക്സ്ചർ നമ്മൾ പിടിക്കുമ്പോൾ ഇതേപോലെ കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊട്ടാത്ത രീതിയിലും ആ പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന രീതിയിൽ അങ്ങനെ ഓരോ ടെക്സ്ചറിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇത് ബട്ടർ കുക്കീസായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കുക്കീസാണ് ബട്ടർ കുക്കീസ്. എന്നിട്ട് ഇതുപോലെയുള്ളൊരു കട്ടർ കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ആ ഒരു കട്ടറിൻ്റെ അളവിൽ തന്നെ നമ്മൾ അപ്പോൾ രണ്ടും ഒരേപോലെ കുക്കീസും ഫോണ്ടൻറ്റും ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ അളവിൽ നമ്മൾ കുക്കീസ് കട്ടർ എടുക്കണം. ഇതിപ്പോൾ ഞാനിത് അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കുക്കീസിൻ്റെ ഷേപ്പൊക്കെ പുറത്ത് കാണുന്നതിന് വേണ്ടിയിട്ട് ആ ഒരൊറ്റ അളവിലെടുത്തത്. കാരണം കുക്കീസ് നമ്മൾ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു വികസിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലുതായിട്ട് വരുമ്പോൾ ആ ഒരു കറക്റ്റ് അളവ് കിട്ടില്ല. അപ്പോൾ ഞാനത് ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അതിൻ്റെ കുക്കീസിൻ്റെ ആ ഷേപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കും ആ ഒരു കട്ടർ കൊണ്ട് തന്നെ ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഫോണ്ടൻറ്റ് വർക്ക് നമ്മൾ ചെയ്യാനായിട്ട് എടുത്തിട്ട് ഫസ്റ്റ് അതിൻ്റെ ബെയറിനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒട്ടിച്ച് കൊടുക്കുന്ന രീതിയിൽ, പരന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു കിടക്കുന്ന രീതിയിലുള്ള ഒരു ബെയറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നത്. നല്ല ക്ഷമയോടെ ചെയ്യേണ്ട ഒരു വർക്കാണിത്. ചെറിയ ബെയറിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കുക്കീസ് വെച്ച് എടുത്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫോണ്ടൻറ്റ് വർക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അതിനകത്തൊരു സ്റ്റാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കളർ തീമാണ് അവർ തന്നിരിക്കുന്നത്. ഒരു അവിടെ സ്റ്റേജിലൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ഒരു കളർ തീം ഇതിൻ്റെ ആയിരുന്നു. അതുപോലെ തന്നെ ബ്രൗണും പിന്നെ വൈറ്റും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു കളറിലാണ് നമ്മൾ ബെയറിന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പോപ്സും കപ്പ് കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതും ഈ ഒരു കളർ തീമിൽ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇതൊരു 5 എണ്ണം ഉണ്ടായിരുന്നെങ്കിലും വലിയ ഒരു അളവിലുള്ള വലിയൊരു കുക്കീസായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് വർക്കുകളും ഉണ്ടായിരുന്നു. ഇത് സെപ്പറേറ്റായിട്ട് നമ്മൾ കവർ ചെയ്ത് ബോയൊക്കെ കെട്ടിയിട്ടാണ് നമ്മളതിനകത്ത് സ്റ്റേജിൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് അവിടെ വെച്ചിരുന്നത്. ഇതേപോലെ നമ്മൾ അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബെയറായിരുന്നു ചെയ്തു വന്നപ്പോൾ. കുറച്ച് സമയം എടുത്തിട്ട് ക്ഷമയോടെ നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കാണിത്. നല്ല ടൈം എടുക്കും ചെയ്യാനായിട്ട്, ചെറുതായതുകൊണ്ട് തന്നെ. കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ചെയ്ത ആ ഒരു വർക്ക് അടിപൊളിയായിരുന്നു എന്ന് കസ്റ്റമർ പറഞ്ഞു. ഇതിൻ്റെ ചെവിയും കണ്ണും മൂക്കൊക്കെ വെക്കാനായിട്ട് തന്നെ ഒരു ചെറിയൊരു ബോളായതുകൊണ്ട് തന്നെ വെക്കാൻ തന്നെ നമുക്ക് സമയമെടുത്ത് തന്നെ ചെയ്യണം. നല്ല വലിയ ബെയറൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് കഴിയും. ഇതുപോലെ 5 എണ്ണം നമ്മൾ ഉണ്ടാക്കി വെച്ചു. പിന്നെ വേണ്ടത് അതിൻ്റെ ബേസ്, ആ ഫോണ്ടൻറ്റ്, അതിനകത്താണ് നമ്മളിതിലൊക്കെ സെറ്റ് ചെയ്യുന്നത്. ആ കട്ടർ തന്നെ, കുക്കീസ് കട്ടർ കൊണ്ട് തന്നെ ഇതും കട്ട് ചെയ്ത് വയ്ക്കുക. പക്ഷേ അത് നമ്മൾ ചെയ്ത് വയ്ക്കുമ്പോൾ അതിനുള്ളിലായിട്ടാണ് വരുന്നത്. സെയിം കുക്കീസ് കട്ടർ ആണെങ്കിലും കുക്കീസ് നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴേക്കും കുറച്ചും കൂടി വലുപ്പം വരും ബേക്കായി വരുമ്പോൾ. അപ്പോൾ നമ്മൾ സെയിം ആയിട്ട് നമ്മൾ ഒരേപോലെ നമ്മൾ വയ്ക്കണമെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി വലിയ കട്ടർ എടുത്തിട്ട് അതിൽ ചെറിയ കട്ടർ എടുത്ത് ഫോണ്ടൻറ്റ് കട്ട് ചെയ്യണം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഇതിനകത്തെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. നമ്മളിത് ഫോണ്ടൻറ്റിൻ്റെ വർക്കൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ചെയ്ത് വെച്ചു. പിന്നെ അതിനകത്തൊരു പേര് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേര് നമ്മൾ ഇതേപോലെയുള്ള കട്ടറുണ്ട്, നെയിം കട്ടർ. അപ്പോൾ നമ്മൾ കുറേ സ്പെല്ലിങ്ങുകളുണ്ടാകും. ആ ഒരു പൈപ്പ് പോലെയുള്ള അതിനകത്തേക്ക് നമ്മൾ ഓരോ സ്പെല്ലിങ്ങും ഇട്ട് കൊടുത്ത്, നമ്പറാണെങ്കിൽ നമ്പർ, അങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ഇതുപോലെ നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. കുക്കീസ് കട്ടർ തന്നെയാണ് അത്. അപ്പോൾ നമ്മൾ കുക്കീസിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ട് ബേക്ക് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കില്ലേ കാണാൻ. എന്ന് പറഞ്ഞതുപോലെ ഇതേപോലെ നല്ല സൂപ്പറായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും.
അപ്പോൾ അതിനകത്ത് നമ്പേഴ്സും ഉണ്ട്, സ്പെല്ലിങ്ങും ഉണ്ട്. ചെറിയ ചെറിയ സ്പെല്ലിങ്ങുകളാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്താൽ മതി. പിന്നെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. സ്റ്റാർ ഉണ്ടായിരുന്നു. സ്റ്റാർ ഇങ്ങനെ ഒരു റിബണിൽ പിടിച്ച് നിൽക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അത് സൈഡിലായിട്ട് നമ്മുടെ പേരിൻ്റെ സൈഡിലായിട്ടാണ് ബെയറിന് വെച്ച് കൊടുക്കുന്നത്. ബെയറിങ്ങനെ പരന്നിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിടത്തി വയ്ക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് ഇരിക്കും. ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത് കുക്കീസ് തന്നെയാണ്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് വെച്ചപ്പോൾ നല്ലൊരു ഹൈലൈറ്റായിട്ട് തോന്നിയതാണ് കുക്കീസ്. കാരണം നല്ല വലുപ്പമുള്ള കുക്കീസാണ്. അപ്പോൾ അതിനകത്ത് ഇതേപോലെയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. എന്നിട്ടൊരു കവറിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചത്. ഇതിപ്പോൾ ഞാൻ പോകുന്ന നേരത്താണ് കുക്കീസിലേക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത്. നമ്മളിതെല്ലാം ഫോണ്ടൻറ്റിൽ നമ്മളെല്ലാം ബെയറിനെയും സ്റ്റാറിനെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിത് വെച്ചു. അതിനുശേഷം കുക്കീസിലേക്ക് വയ്ക്കുന്നത് ആ ഡെലിവറി ചെയ്യുന്നതിന് 1 മണിക്കൂർ മുൻപാണ് ഇതെല്ലാം നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇപ്പം നമ്മൾ കവറിലേക്ക് ആക്കിയിട്ട്, അതായത് സാധാരണ പ്ലെയിൻ കവറിൽ ചെയ്തിട്ട് ബോയും കെട്ടി വെച്ചു. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.